പി.ജെ. കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതും ഒരു പൊതുപരിപാടിയിൽ മീഡിയക്ക് മുന്നിൽ തന്നെയാണ് ആ വിമർശനം ഉന്നയിച്ചത്. അതിനെതിരെയുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോയിസ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ വിമർശനത്തെയും ഇതിൻ്റെ പ്രതികരണത്തെയൊക്കെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഈ വിമർശനം നടത്തിയത് ഷിബിലി പത്തനംതിട്ടയിലുള്ള ഒരു പൊതുചടങ്ങിൽ വെച്ചിട്ടാണ്. ആ വിമർശനം നടത്തിയ അതേ വേദിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് SFI കുട്ടികൾ സമരം നടത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ശ്ലാഘിച്ചുകൊണ്ട് അവരുടെ അഗ്രഷനെയൊക്കെ അദ്ദേഹം വളരെയധികം പ്രശംസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതേസമയം ഒരു ബൂത്തിൽ 25 പേരെ പോലും ഉണ്ടാക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ്സിനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയത്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ ഒരു ആവേശം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പി.ജെ. കുര്യൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയേണ്ടത് ഇപ്പോൾ സൂര്യനെല്ലി കേസിലൊക്കെ പെട്ടിട്ടുണ്ടായ പി.ജെ. കുര്യൻ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് പറഞ്ഞേക്കണത് കഴിഞ്ഞ തവണ അദ്ദേഹം നിർദ്ദേശിച്ച ചില MLA-മാരെ നിർത്തിയില്ല എന്നുള്ളതാണ്. അതൊക്കെ തെറ്റാണ്. കോന്നിയിൽ അദ്ദേഹം പറഞ്ഞ ആളെയൊക്കെയാണ് നിർത്തിയത്, പക്ഷേ തൂക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തവണയും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറ്റുമെങ്കിൽ ഒരു MLA ആയി മത്സരിക്കാൻ പറ്റുമോ, മന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളതാണ് പാവം പി.ജെ. കുര്യൻ്റെ ചെറിയൊരു ആഗ്രഹം. കാരണം അദ്ദേഹം ഏതാണ്ട് 36-38 കൊല്ലം മാത്രമേ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്നുള്ളൂ. ഷിബിൽ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അത് പി.ജെ. കുര്യൻ പറഞ്ഞത് ഈ പി.ജെ. കുര്യനാണ് എന്നുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ടേ ഇത് തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് അത് മാറ്റിവെക്കാം. പിന്നെ ബാക്കി പി.ജെ. കുര്യൻ പറഞ്ഞ കാര്യം ഷിബിലി റിലവൻ്റാണ്. അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 9 കൊല്ലത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സുവർണ കാലമാണ് ആയി രേഖപ്പെടുത്തേണ്ടതാണ്. എന്താണ് കാര്യം? കേന്ദ്രത്തിൽ അവർക്ക് അധികാരമില്ല, കേരളത്തിലും അവർക്ക് അധികാരം ഇല്ല. അപ്പോൾ വലിയ തോതിൽ സമരം ചെയ്യാനായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വലിയ ഒരവസരമായിരുന്നു അത്. ഇപ്പോൾ ഫർസീൻ എന്ന് പറയുന്നൊരു നേതാവിനെ ഷിബിലി ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. അതായത് മറ്റേ വിമാനത്തിലൊക്കെ വെച്ച് മറ്റേ ഇയാൾക്കെതിരെ പിണറായിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിനൊക്കെ അറസ്റ്റിലായ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഞങ്ങളെ മറ്റേ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുത്, പിന്നെ രഹസ്യമായിട്ട് ഒരു മുറിക്കകത്ത് വിളിച്ചു കൂട്ടിയിരുന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളിത് കേൾക്കുമായിരുന്നു, പക്ഷേ ഇതിങ്ങനെയല്ല പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് നിരവധി പേരുമൊക്കെ ആഞ്ഞടിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയൊക്കെ ഇതിനൊന്നും മയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം വലിയ ശക്തനായ നേതാവ് തന്നെയാണ്, അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തെ പോസിറ്റീവായി കണ്ടാൽ മതി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോസിറ്റീവായി കണ്ടാൽ മതി എന്ന് പറഞ്ഞത് സണ്ണി ജോസഫൊക്കെ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ശരിക്കും പോസിറ്റീവായി എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് AK ആൻ്റണി, അതുപോലെ തന്നെ വയലാർ രവി, G കാർത്തികേയൻ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നയിച്ചിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ഉണ്ട്. അന്ന് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലുമൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ നിലപാടുകളുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അറിയില്ല. റീലിടുന്നതും അതുപോലെ തന്നെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതും മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 10-20 ദിവസത്തിലധികം ജയിലിൽ കിടന്നു, നമുക്കെല്ലാം അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾ ഇത്തവണ ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ ഈ തൊട്ടടുത്ത് നടന്ന സമരങ്ങൾ നമുക്കറിയാമല്ലോ ഷിബിലി. ഇപ്പോൾ മറ്റേ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. ആ സമരം എവിടെ പോയി? ആ സമരത്തിനൊരു കണ്ടിന്യൂവേഷൻ ഇല്ല. ഞാൻ പലവട്ടം ക്രൈമിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം, ആ വിവാദത്തിൻ്റെ ഷിബിലി അറിയേണ്ടത് ആദ്യം കേരളവർമ്മ കോളേജിൽ ഇവർ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് KSU കൂടി ആ സമരത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് KSUവിനേക്കാൾ വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടിയത് ആർക്കാണ്? SFIക്കാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കാവ്യവൽക്കരണം കൊണ്ടുവരുന്നതിനെതിരെ, അല്ലെങ്കിൽ മറ്റ് നിരവധി ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ, ഹോസ്പിറ്റലുകളിലെ മരുന്നുകളില്ലായ്മക്കെതിരെ, ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഒന്നും തന്നെ ഫലപ്രദമായി കൃത്യമായി സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും വർഗ ബഹുജന സംഘടനകൾ, കോൺഗ്രസിൻ്റെ വർഗ ബഹുജന സംഘടനകളുടെയും ഏറ്റവും വലിയ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു കർത്തവ്യം എന്താണ്? കോൺഗ്രസ് നിയമസഭകളിലും അതുപോലെ പുറത്തുമൊക്കെ തന്നെ ഉയർത്തുന്ന സമരങ്ങളെ കുറെ കൂടി യുവജനങ്ങളിലേക്കും ജനങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം കൂടിയാണ് ഈ വർഗ ബഹുജന
സംഘടനകൾ. ഷിബിലിക്ക് ഞാനൊക്കെ ഡിവൈഎഫ്ഐയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് എസ് ശർമ്മ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ എസ് ശർമ്മ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട് ലെൻ സെൻറ്ററിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു മീറ്റിംഗിൽ എസ് ശർമ്മ സംസാരിക്കുമ്പോൾ എസ് ശർമ്മ പറയുന്നുണ്ട്, അതായത് 1.5 മണിക്കൂറാണ് തെരുവിൽ വലിയ തോതിലൊരു യുദ്ധം നടന്നിട്ടുള്ളത്, സമരം നടന്നിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുക, അത്തരത്തിൽ അക്രമാസക്തമായ സമരങ്ങളിലേക്ക് പോകണം? വേണ്ടെന്നേ, നിങ്ങൾ അക്രമാസക്തമായ സമരങ്ങളിലേക്ക് പോകണ്ട, അല്ലാത്ത സമരങ്ങളിലേക്ക് പോയാൽ മതി. JV വിളനിലം എന്ന് പറയുന്ന വിളനിലം അദ്ദേഹത്തിനൊരു സാധാരണ ഡിഗ്രി പുറത്തുനിന്ന്, അതായത് കാശ് കൊടുത്ത് 600 പൗണ്ട് കൊടുത്ത് ഡിഗ്രി മേടിച്ചു എന്ന് വന്നിട്ട് ഇവിടെ വലിയ കലാപമായിരുന്നു. അദ്ദേഹം വലിയ മിടുക്കനായിട്ടുള്ള ഒരാൾ തന്നെയാണ്, അറിവുള്ള ഒരാൾ തന്നെയാണ്, വൈസ് ചാൻസലർ. അദ്ദേഹത്തെ വൈസ് ചാൻസലർ ആകാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പോൾ അത്തരം സമരങ്ങൾ SFI പോലും ഇപ്പോൾ നടത്തുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സമരമുഖത്തെല്ലാം തന്നെ ഇപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഭാരതാമ്മയുടെ കേസിൽ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ SFIയും അതുപോലെ ഗവർണറും മുഖാമുഖം നിൽക്കുന്നു. ഇതിൽ KSUവിനും യൂത്ത് കോൺഗ്രസിനും അതുപോലെ കോൺഗ്രസും ഒക്കെ എവിടെ പോയി? ഇത് വിസിബിലിറ്റി കൂടുതൽ കിട്ടുന്നത് അവർക്കാണ്. ഞാനിത് കഴിഞ്ഞവണ ഗൗതമായിട്ടുണ്ടായ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പിന്നോക്കം പോക്കുകളുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയും, അല്ലെങ്കിൽ എബിൻ വർക്കിയെ നമ്മൾ അറിയും. പക്ഷേ മറ്റേതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്ത് ജയിലിലാണെന്നൊക്കെ പറയുന്നു. പിന്നെ അവരും അനുഭവിക്കുന്ന ഒരുപാട് വലിയ പീഡനങ്ങളുണ്ട്. അതുകൊണ്ട് ആ കുട്ടികളെ മുഴുവനായിട്ട് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫറസിൻ തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കണെന്ന് വെച്ചാൽ ജാമ്യത്തിന് തുക അടക്കാൻ കാശില്ലാത്തതുകൊണ്ട്, അതായത് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഴയ പോലെയല്ല നിയമം. അതായത് നിങ്ങൾ കോടതിയിൽ എമൗണ്ട് അടച്ചു വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂ? ജാമ്യം കിട്ടും. അതില്ലാത്തതുകൊണ്ട് ജയിലിൽ തന്നെ കിടന്നാലോ എന്ന് വിചാരിച്ചു എന്നാണ്. 10ഉം 50ഉം കേസുള്ളവരെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആ കേസ് നടത്താൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് കാശ് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താ? കോൺഗ്രസിൻ്റെ കയ്യിൽ ഫണ്ടില്ല. കാരണം 10 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തല്ലേ. ഇനി ഫണ്ട് ഉണ്ടെങ്കിലും ഇവർ സപ്പോർട്ട് ചെയ്യില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഓരോ നേതാക്കന്മാരോട് ഒത്തു നിൽക്കുന്ന, അവരുടെ കീഴിൽ നിൽക്കുന്ന ആളുകളെ മാത്രമേ ഇവർ സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് SFI അടക്കം വിവരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൊടുക്കുന്നില്ല. പക്ഷെ അത്തരം കാര്യങ്ങളിലൂടെ എല്ലാം യൂത്ത് കോൺഗ്രസ് കടന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് കൃത്യമായിട്ടൊരു ഫണ്ട് ഉണ്ടാവുക, ആ ഫണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മേടിക്കുക. ആ ഫണ്ട് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. സമരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, സമരങ്ങൾക്ക് നടത്താനുള്ള ഒരു ഉത്തേജകമായി മാറിക്കൊണ്ട് ഈ പറയുന്ന പോലെ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കേണ്ടതാണ്. അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് വ്യാജ പ്രസിഡന്റ് എന്നാണ് ഇപ്പോഴും എതിരാളികൾ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം എന്താ? വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ഇത്തരം ആരോപണങ്ങൾ വലിയ ശക്തമായി കേരളത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ സംഘടന അത്രത്തോളം കെട്ടുറപ്പുള്ളതല്ല, സംഘടന അത്രത്തോളം സ്ട്രോങ് അല്ല എന്നൊക്കെ PJ കുര്യൻ പറഞ്ഞത് 100% കറക്റ്റാണ്. പിന്നെ അത് യൂത്ത് കോൺഗ്രസിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താനും പറ്റില്ല. അവിടെയാണ് PJ കുര്യന് പറ്റിയ അബദ്ധം. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. കോൺഗ്രസ് വലിയ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചോളം ഏതെങ്കിലും തരത്തിൽ ശക്തമായ സമരങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ഗവർണർക്കെതിരെയുള്ള വലിയ സമരങ്ങളുമായി വരുന്ന SFIയും DYFI ഒക്കെയാണ്. DYFI SFI ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പൊതിച്ചോറ് കൊടുക്കൽ മാത്രമായി ഒതുങ്ങിപ്പോയതാണ് പ്രവർത്തനം. അതിൽ നിന്ന് അവർ ശരിക്കും രക്ഷപ്പെട്ടു. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ സമരങ്ങളിലേക്ക് അവർ വന്നു. ഇപ്പം ഇന്നലെ പോലും ഷിബിലി അറിയേണ്ടത് രാത്രി നടത്തിയിരിക്കുന്ന MSF മാർച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷെ അത്ര പോലും ശക്തമായിട്ടുള്ള മാർച്ചുകൾ യൂത്ത് കോൺഗ്രസോ KSU ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? ഷിബിലിക്ക് അറിയോ? ഒരലോഷിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളുകളെ പോലും നമുക്ക് എന്ത് ചെയ്യില്ല. യഥാർത്ഥത്തിൽ ഷിബിലിയൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നിലമ്പൂർ വെച്ച് നമ്മളവനെ കണ്ടിരുന്നു. പക്ഷെ ആരും തന്നെ അവന് തിരിച്ചറിയുന്നില്ല. ഒരു KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും തന്നെ തിരിച്ചറിയുന്നില്ല. അപ്പം അതൊക്കെ ഈ സംഘടനകൾക്ക് ഉണ്ടായിട്ടുള്ള വലിയ അപജയമാണ്. പിന്നെ പഴയ പോലെ കുട്ടികളെയും ഒന്നും ഇവർക്ക് കിട്ടില്ല. ഇപ്പോൾ യൂത്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നേരെ യൂത്ത് കോൺഗ്രസ് ജോയിൻ ചെയ്യുന്നുണ്ടോ, DYFI ജോയിൻ ചെയ്യുന്നുണ്ടോ, അതുപോലെ SFIയിലും ഇതിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുന്നവരുടെ നമ്പർ വളരെ കുറവാണ്. ഒരു സംശയമില്ല കാര്യം. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അപജയങ്ങളുടെ ആക്കം കുറച്ചുകൂടി യൂത്ത് കോൺഗ്രസിനുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് PJ കുര്യൻ പറഞ്ഞത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കിയാൽ കൊള്ളാം. അതിന് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ശരിയാണ്, ബൂത്തുകൾ കുടുംബ സംഗമങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഇവരുടെ നമ്പറൊക്കെ കുറച്ച് കുറവായിരിക്കും, അതൊക്കെ കറക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെരുവുകളിൽ സമരം നടത്തുന്നത് നോക്കൂ, ഞങ്ങളെ തെരുവിൽ കാണാമെന്നാണ്.
പിന്നെ ഇവരുടെ സൈബർ പോരാളികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PJ കുര്യൻ SFIയുടെ സമരം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ മിക്കവാറും പുള്ളി കൈരളി ചാനൽ മാത്രമായിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്, ബാക്കി ഒരു ചാനലും കണ്ടിട്ടാവില്ല എന്നൊക്കെയുള്ളതാണ്. അതെവിടെ കണ്ടു എന്നൊക്കെ ചോദിക്കുന്നുള്ളൂ ഒന്ന്. പിന്നെ ഫർസിൻ മജീദ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ല, കണ്ണൂരുള്ള നേതാവ്, ആ പയ്യൻ, അവൻ വലിയ വൈകാരികമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇയാൾ 36 കൊല്ലോ 38 കൊല്ലോട്ട് എന്തായിരുന്നു, MP ആയിരുന്നു. MP ആയിരുന്നപ്പോഴത്തേക്ക് ഓരോരുത്തരെയും വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവിടെ പാർട്ടിയിൽ ബൂത്തിൽ ആളില്ലാതാകില്ലായിരുന്നു. അത് താങ്കളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതും അവൻ പറഞ്ഞത് കറക്റ്റാണ്. മനസ്സിലായി? അതൊക്കെ അവൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ എന്ന് പറഞ്ഞ് PJ കുര്യൻ പറഞ്ഞത്, PJ കുര്യനെ സംബന്ധിച്ച് ഇപ്പം എങ്ങനെയെങ്കിലും അടുത്ത തവണ ഒരു MLA സ്ഥാനം മേടിക്കുക, മന്ത്രിയായാൽ പുള്ളിക്ക് കൊള്ളാമെന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ മോഹങ്ങളൊന്നും പുള്ളിക്ക് ഇല്ല. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹമാണ് പറഞ്ഞതെന്നുള്ളൊരു കുഴപ്പമുണ്ട്. പക്ഷെ അത് മാറ്റി വെച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തവും കൃത്യവുമാണ്, അതിൽ ചില ശരികളുമുണ്ട്.